ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് രജനിയെ ആദ്യം കാണിക്കുന്നത്. ആദ്യം നന്നായിട്ട് വാദിക്കുകയാണ് ഇഷിതയ്ക്ക് വേണ്ടി. നിങ്ങളെന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീയെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? എൻ്റെ ഇഷിതാമ്മയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അല്ലാത്തതിൽ സന്തോഷിച്ചോളൂ, പക്ഷേ ഒരു തെറ്റും ചെയ്യാത്തവരെ ദ്രോഹിച്ച് സന്തോഷിക്കരുതെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇറങ്ങിപ്പോകും. അപ്പോൾ രചന ഇങ്ങനെ ആലോചിക്കും. പിന്നീട് നമ്മുടെ ഇഷിതയും മഹേഷിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുകയാണ്. ഇഷിത മഹേഷിനോട് പറയാണ്, മഹേഷ് തളരരുത്, നമുക്ക് എന്തായാലും ആതിരയുടെ കുടുംബത്തെ കണ്ടെത്താം എന്ന് പറയുന്നു. അപ്പോൾ മഹേഷ് ചോദിക്കുന്നത് എങ്ങനെ കണ്ടെത്തും എന്നുള്ള കാര്യം ചോദിക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് അഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തായാലും പോകാം. എന്തായാലും അവരെ ഒളിച്ച് പ്രാർത്ഥിക്കത്തില്ല, കാരണം മീഡിയക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തായാലും അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ നമ്മളെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല, എങ്കിലും ഇഷിത ആതിരയെ കണ്ടിട്ട് തിരിച്ച് മടങ്ങുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ സ്വപ്നവല്ലിയുടെ അടുത്ത് പോയിട്ട് ഇഷിത വെള്ളമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഞാൻ 100-1 പോട്ടെ, സുചിത്ര ഒന്ന് പോയി കാണട്ടെ എന്ന് പറയുന്നു. അങ്ങനെ സുചിത്രയുടെ അടുത്തും പോയി സുചിത്രയെ ആശ്വസിപ്പിക്കുന്നു. സുചിത്രയോട് ഫുഡൊക്കെ കഴിക്കാൻ പറയുന്നു. അങ്ങനെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഇഷിത നിൽക്കുകയാണ്. പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മഹേഷിനെ കാറിൽ പോകുമ്പോൾ ആകാശ് മേനോനെ കാണുന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പറഞ്ഞ അടിയും പിടിയൊക്കെ ആകുന്നു. അങ്ങനെ മഹേഷ് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. ഇതേ സമയത്താണ് മനസ്സിനയുടെ വീട്ടിൽ നമ്മുടെ ആശുവാണ് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ഈശ്വരയും പറയും, ആ കല്യാണം നടക്കത്തില്ല, വിനോദിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തെന്ന് പറയും. പെട്ടെന്ന് അവൾക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പം മാധവും പറയും, ഇങ്ങനെ അറസ്റ്റ് ചെയ്തു ചേച്ചി, ഈ കല്യാണം നടക്കത്തില്ല എന്ന് പറയും. അങ്ങനെ മനസ്സിനിയുടെ ആട്ടും തുപ്പും എല്ലാം കേട്ട് ആശു നിന്ന് കരയുകയാണ്. അപ്പം മാധവ് പറയുന്നത്, എന്താ അമ്മ ഇങ്ങനെ രസിക്കുന്നു, അമ്മയ്ക്കൊരു പെൺമക്കളില്ലാത്തതിൻ്റെ കുഴപ്പമാണ്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയും. അപ്പം മനസ്സിൽ പറയും, ഞാൻ ആഹ്ലാദിക്കും ഇടാന്നും പറഞ്ഞ് അട്ടഹസിക്കുകയാണ്. അങ്ങനെ മഹേഷും ആകാശും തമ്മിൽ അടിയാവുകയാണ്. അങ്ങനെ ആകാശ് പറയും, ഇനി നീ ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുക്കുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഈ കത്തി എടുത്തിങ്ങനെ നമ്മുടെ മഹേഷിനെ കുത്തി മുറിവിൽ കൊല്ലുകയാണ്. ശരിക്കും അത് ആദ്യം കാണുന്നൊരു സ്വപ്നമാണ്. ആദ്യം അങ്ങനെ ഞെട്ടി ഉണരുകയാണ്. പിന്നീട് നമ്മുടെ സുചിത്രയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഡ്രസ്സെല്ലാം മടക്കി എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മാഷിനോടും പ്രിയാമണിയോടും എല്ലാം യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അങ്ങനെ ഇഷിതയോടും പോയി യാത്ര അപ്പോൾ ഇഷിത പറയുന്നു, അങ്ങനെ നീ ഇതെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അനിയത്തി എനിക്കില്ല, ഞാനങ്ങ് വിശ്വസിക്കും എന്ന് പറയും. അപ്പോൾ നമ്മുടെ സുചിത്രയ്ക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.